രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇന്ത്യ ആൻഡമാൻ ആൻഡ് നിക്കോബാർ അദാനിക്ക് തീരെഴുതി കൊടുത്തു. ഇന്ത്യയുടെ ചരിത്രത്തിലെ അടുത്ത നാഴികക്കല്ലാവാൻ പോകുന്ന പ്രൊജക്ട് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. ഇന്ത്യയുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ഏറ്റവും തെക്കുഭാഗത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഇന്ത്യൻ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്ന ഒരു പുതിയ പ്രൊജക്ട്. എന്താണ് ഈ പ്രൊജക്ട്, അല്ലെങ്കിൽ എന്താണ് ഈ പ്രൊജക്റ്റിൽ ഉള്ളത്? പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. 1, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്. 2, ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട്. 3, അവിടെ ഒരു ടൗൺഷിപ്പ് ഡെവലപ്മെൻറ്റ്. 4, അവിടുത്തെ പവർ പ്ലാന്റിൻ്റെയും മറ്റു ഇൻഫ്രാസ്ട്രക്ചറുകളുടെയും ഡെവലപ്മെൻറ്റ്. ആദ്യം എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകൾ എന്ന് പറയാം. ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്നും ഒരു വലിയ ഷിപ്പ് ഒരുപാട് കണ്ടെയ്നേഴ്സുമായി അല്ലെങ്കിൽ ഒരുപാട് ഷിപ്മെൻറ്റുകളുമായി ഇവിടേക്ക് വരികയാണ്. ആ വലിയ ഷിപ്പിന് ഓരോ സ്ഥലങ്ങളിലെ പോർട്ടുകളിലേക്കും പോയി സാധനങ്ങൾ ഡെലിവർ ചെയ്യുക അല്ലെങ്കിൽ ഷിപ്മെൻറ്റ് ചെയ്യുക എന്നത് വളരെ സമയമേറിയതും അതിലുപരി വളരെ ചിലവേറിയതുമായ കാര്യമാണ്. അതുകൊണ്ട് ഈ സമയവും ചിലവും ചുരുക്കാൻ വേണ്ടി ഇവർ പോകുന്ന ട്രേഡ് റൂട്ടിന് ഏറ്റവും അടുത്തുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിലേക്ക് പോവുകയും അവിടെ എല്ലാ കണ്ടെയ്നേഴ്സും അൺലോഡ് ചെയ്യുകയും അവിടെ നിന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പല പല ചെറിയ ഷിപ്പുകളിലായി ഇത് വിഭജിച്ച് വിടുകയും ചെയ്യും. ഇതാണ് ട്രാൻസ്ഷിപ്മെൻറ്റും ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടും. അടുത്തത് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ അവിടെ ഉള്ളതിനേക്കാൾ വളരെ വലിയ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മളെ ഗവൺമെൻറ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഒരേ സമയം ഒരുപാട് ഫ്ലൈറ്റുകൾക്ക് പ്രവർത്തിക്കാനും ഒരുപാട് കൂടുതൽ ടൂറിസ്റ്റുകളെ ഇവിടേക്ക് കൊണ്ടുവരാനുമായി സഹായിക്കും. ഇത് തീർച്ചയായും അവിടുത്തെ ടൂറിസത്തെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അടുത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടൗൺഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതായത് പോർട്ടുകളും എയർപോർട്ടുകളും മറ്റും വരുന്നതോടുകൂടി ഇവിടെ പുതിയ വർക്കേഴ്സും ഗവൺമെൻറ് ഒഫീഷ്യൽ തുടങ്ങി അങ്ങനെ പലരും വന്നു നിന്നിരിക്കും. അപ്പോൾ ഇവർക്ക് താമസിക്കാൻ വേണ്ടി അപ്പാർട്ട്മെൻറ്റുകളും വീടുകളും അവിടെ ആവശ്യമാണ്. എന്നാൽ അവിടെ താമസിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ തുടങ്ങി മറ്റു പല ഫെസിലിറ്റീസും ആവശ്യമാണ്. ഓൾറെഡി ഇവിടെ പോർട്ടും എയർപോർട്ടും വരുമ്പോൾ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. എന്നാൽ ടൗൺഷിപ്പ് വരുന്നതോടുകൂടി അതിലും കൂടുതൽ തൊഴിലവസരങ്ങൾ മാത്രമല്ല ബിസിനസ് അവസരങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടും. കാരണം പുറത്തു നിന്നും അവിടെ വന്ന് താമസിക്കുന്നവർക്ക് പല ആവശ്യങ്ങളും പല ഫെസിലിറ്റീസിൻ്റെയും നീഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവിടെ പുതിയ ഒരു മാർക്കറ്റ് തന്നെ തുറക്കപ്പെടും. അവിടെ പുതിയ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാവും. ഇതും നമ്മുടെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യും. ഇനി അടുത്തത് പവർ പ്ലാന്റ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. അതായത് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ ഇവിടെ നല്ല എഫിഷ്യൻറ്റും എഫക്റ്റീവുമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പവർ സോഴ്സസും വേണം. ഇലക്ട്രിസിറ്റി, വാട്ടർ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇതിനുള്ള ഫെസിലിറ്റീസൊക്കെ വളരെ നല്ല രീതിയിലുണ്ടെങ്കിൽ ഈ പോർട്ടും എയർപോർട്ടും തുടങ്ങി മറ്റെല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായി റൺ ചെയ്യാൻ പറ്റും. ഇവർ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന പവർ പ്ലാന്റ് അല്ലെങ്കിൽ പവർ സോഴ്സ് എങ്ങനെയാണ്, ഏത് രീതിയിലുള്ളതായിരിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തന്നെ ആയിരിക്കും നടക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കുന്നത്. എന്തുകൊണ്ട് ഈ ലൊക്കേഷൻ, എന്തുകൊണ്ട് ദ ഗ്രേറ്റ് നിക്കോബാർ? ഇതിന് ചെറിയ ചെറിയ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഗ്ലോബൽ ട്രേഡ് റൂട്ടിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ്. അതിലും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ദ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ഇതിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ദ ഗ്രേറ്റ് നിക്കോബാർ. ഏകദേശം ഒരു 600 കിലോമീറ്ററിനടുത്ത് മാത്രമേ ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയും ദ ഗ്രേറ്റ് നിക്കോബാറും തമ്മിൽ ദൂരമുള്ളൂ. ഇന്ത്യൻ ഓഷനിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ 2 ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകളാണ് പോർട്ട് ഓഫ് സിംഗപ്പൂറും പോർട്ട് ഓഫ് കൊളംബിയയും. ഇവരെയാണ് ഈ റൂട്ടിലോട്ട് പോകുന്ന പലരും ഇന്ന് വളരെ കൂടുതലായി യൂസ് ചെയ്യുന്നത്. പോർട്ട് ഓഫ് സിംഗപ്പൂറും നമ്മുടെ ഇന്ത്യയുടെ വരാൻ പോകുന്ന പോർട്ടും ഏകദേശം സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും? പറഞ്ഞുതരാം. ഇവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കുമുള്ള വലിയ ഒരു ശതമാനം ട്രേഡും നടക്കുന്ന റൂട്ടാണിത്. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ വളരെ തിരക്കേറിയ ഒരു ഹൈവേയുടെ സൈഡിൽ നമ്മൾ ഒരു പെട്രോൾ പമ്പ് തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ തന്നെയാണ് വളരെ തിരക്കേറിയ ഒരു ട്രേഡ് റൂട്ടിൻ്റെ അരികിൽ നമ്മൾ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് തുടങ്ങുന്നത്. ഒന്നുകൂടി എളുപ്പമാക്കി തരാം. അതായത് ഒരു വർഷത്തിൽ മില്യൺ കണക്കിന് കണ്ടെയ്നറുകൾ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ നിന്നും
1% അല്ലെങ്കിൽ വളരെ കുറഞ്ഞ 1% ബിസിനസ് നമ്മൾക്ക് പിടിക്കാൻ പറ്റിയാൽ അത് തന്നെ ഒരു വലിയ ഹ്യൂജ് ബിസിനസ് ആയിരിക്കും. പോർട്ട് ഓഫ് സിംഗപ്പൂറൊക്കെ ഒരു ഗ്ലോബൽ പവറായി മാറിയത് ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം കൂടി ഉണ്ടാവും, എന്ത് ബിസിനസ്സാണ് ഇവിടെ നിന്നും നമ്മൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഈ റൂട്ടിലൂടെ പോകുന്ന വലിയ വമ്പൻ ഷിപ്പുകൾ നമ്മുടെ പോർട്ടിൽ വരികയും അവിടെ അവരുടെ ഷിപ്മെൻറ്റുകൾ അൺലോഡ് ചെയ്യുകയും ആ ഷിപ്മെൻറ്റുകൾ ചെറിയ ഷിപ്പുകളിലാക്കി ആവശ്യ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിൽ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് നമ്മൾ ചാർജ് ചെയ്യും. പിന്നെ ഈ അൺലോഡ് ചെയ്ത സാധനങ്ങൾ നമ്മുടെ സ്റ്റോറേജിലും വെയർഹൗസിലും സൂക്ഷിക്കുന്നതിന് എത്ര ദിവസം എന്ന കണക്കിൽ നമ്മൾ ചാർജ് ചെയ്യും. ഇത് കഴിഞ്ഞ് ഈ ഷിപ്മെൻറ്റുകൾ ആവശ്യ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ ചാർജ് ചെയ്യും. അപ്പോൾ ഈ 3 തരം വരുമാനവും നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇതിൻ്റെ ലാഭമെല്ലാം അദാനിക്കായിരിക്കില്ലേ കിട്ടുക എന്നത്. എന്നാൽ അത് തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. എന്നാൽ ഇത് ഗവൺമെൻറ് പ്രൈവറ്റ് കമ്പനികൾക്ക് ബിൽഡ് ചെയ്യാനും അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുമായി വിട്ടുകൊടുക്കുകയാണ്. അതായത് നിങ്ങൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഒരു PPP എന്ന ടൈം കേട്ടിട്ടുണ്ടോ? അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് എന്ന മോഡിലായിരിക്കും ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും. എന്നാൽ അതിൻ്റെ മുകളിൽ ഗവൺമെൻറ്റിന് വളരെ വലിയൊരു കൺട്രോൾ ഉണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് അനുസരിച്ച് ഗവൺമെൻറ്റിന് ഇതിൽ നിന്നും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ വർഷാവർഷം അവിടെ നടക്കേണ്ട ലൈസൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെയും ലൈസൻസ് റിന്യൂവലുകളുടെയും ഫീസ് എല്ലാം ഗവൺമെൻറ്റിനായിരിക്കും കിട്ടുക. ഇതുകൂടാതെ അവിടെ നിന്ന് ഗവൺമെൻറ്റിന് ടാക്സും കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ടൗൺഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടി അവിടെ കൂടുതൽ സംരംഭങ്ങൾ വരികയും അവിടെ കൂടുതൽ ആളുകൾ താമസിക്കുകയും അവിടെ താമസിക്കുന്നവരിൽ നിന്നും അവിടെ നടക്കുന്ന ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും ഗവൺമെൻറ്റിന് കൂടുതൽ ടാക്സുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിലുമെല്ലാം ഏറ്റവും വലിയ എന്നാൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യം എന്തെന്നാൽ, ഇപ്പോൾ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളംബോയെയും സിംഗപ്പൂർ പോർട്ടിനെയുമാണ്. എന്നാൽ നമ്മളുടെ തന്നെ പോർട്ടിനെ ഇനി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകേണ്ട പണം നമ്മളുടെ എക്കോണമിയിൽ തന്നെ നിൽക്കും. നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയിൽ തന്നെ ഈ പണം റോളായിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് എന്താണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്, എന്താണ് ഇന്ത്യയുടെ ഗോൾ പറഞ്ഞുതരാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോർട്ട് ഓഫ് സിംഗപ്പൂരിനെയും പോർട്ട് ഓഫ് കൊളംബോയെയും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി ഇന്ത്യ മാറും. ഇതുകൂടാതെ ഗ്ലോബൽ ട്രേഡ് റൂട്ടിലെ ഒരു പവർഫുൾ പ്രസൻസായി ഇന്ത്യ മാറുക. ഇനി എയർപോർട്ട് മിലിറ്ററി പർപ്പസിന് കൂടി എലോ ചെയ്യുകയാണെങ്കിൽ ഒരു മിലിറ്ററി സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കൂടി ഇന്ത്യക്ക് അവിടെ കിട്ടും. ദ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയായിരിക്കും വരിക. എന്നാൽ ഇത് ഒരു സൈഡായ ലക്ഷ്യമായി മാത്രം നമ്മൾ കണ്ടാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗ്ലോബൽ ട്രേഡ് മാപ്പിൽ ഇന്ത്യയുടെ ഒരു മാസ് എൻട്രിയാണ് നടക്കാൻ പോകുന്നത്. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഈ പ്രൊജക്റ്റ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? തീർച്ചയായും ചില നെഗറ്റീവ് സൈഡുകൾ കൂടിയുണ്ട്. കാരണം ഈ ഒരു പ്രൊജക്റ്റിന് വളരെ മാസീവായിട്ടുള്ള ഒരു ഡീഫോറസ്റ്റേഷൻ തന്നെ ആവശ്യമാണ്. അതായത് ഒരുപാട് മഴക്കാടുകൾ അടക്കം ഇവിടെ വെട്ടിത്തെളിക്കേണ്ടി വരും. ഇവിടെ ഒരുപാട് റയറസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്. അത് സസ്യങ്ങളായാലും മറ്റ് ജീവികളായാലും മറ്റു മരങ്ങളായാലും. ഇതുകൂടാതെ ഇവിടെ ഒരുപാട് ഇൻഡിജിനസ് ട്രൈബ്സ് താമസിക്കുന്നുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന ഈ മാറ്റങ്ങൾ ആ ട്രൈബ്സിൻ്റെ ജീവിതശൈലിയെ മാറ്റിയേക്കാം അല്ലെങ്കിൽ ബാധിച്ചേക്കാം. അങ്ങനെ ബാധിക്കുന്നത് ശരിക്കും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം അവർ ഇത്രയും നാളും ജീവിച്ചു പോയിരുന്ന ഒരു ജീവിതവും ജീവിതശൈലിയും അവരുടെ ഹോമും ഇതെല്ലാം പെട്ടെന്ന് മാറുന്നത് അവർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇതിന് ശേഷം അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതവും കൂടുതൽ മെച്ചപ്പെട്ട ഹെൽത്ത് കെയറും കിട്ടും എന്നത് മറ്റൊരു കാര്യമാണ്. എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തുക തന്നെയാണല്ലോ നമ്മൾക്ക് വേണ്ടത്. ഈ ഒരു പ്രൊജക്റ്റ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഇവിടുത്തെ നേച്ചർ വളരെ ഫ്രെജൈലായിട്ടുള്ള ഒരു നേച്ചറാണ്. അതായത് ഒരുപാട് റയറസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ അതായത് സസ്യങ്ങളും മറ്റു ജീവജാലങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡീഫോറസ്റ്റേഷൻ ഇവിടുത്തെ സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കാം. പൊന്ന് പോലെ കൊണ്ടുവരുന്നില്ലെങ്കിൽ എളുപ്പത്തിൽ തകർന്നു പോവാവുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ നേച്ചറിന് ഉള്ളതെന്ന് നമ്മളുടെ ഗവൺമെൻറ് ഏജൻസികൾ തന്നെ പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടും
അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് അവിടെ നടക്കാൻ പോകുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഡീഫോറസ്റ്റേഷൻ, അതുപോലെ സ്ഥിരമായി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ, ഇതെല്ലാം ഇവിടുത്തെ നാച്ചറിനെ ബാധിച്ചേക്കാം. ഇവിടുത്തെ നാച്ചുറൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അങ്ങനെയുള്ള ഇമ്പാക്റ്റുകൾ വളരെ കൂടുതലായി ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രകൃതിയാണ് ദ ഗ്രേറ്റ് നിക്കോബാറിൽ ഉള്ളത് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇതിനർത്ഥം ആ ഐലൻഡ് തന്നെ ഇല്ലാതായി പോകും, അല്ലെങ്കിൽ വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് ഉണ്ടാക്കുമെന്നല്ല. ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാവും. അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് എന്നർത്ഥമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് ഇവിടുത്തെ ഡിസാസ്റ്റർ റിസ്ക്. ഭൂകമ്പങ്ങളും സുനാമികളും ഉണ്ടാവാൻ വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ സൗത്തേൺ പാർട്ട്, അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് നിക്കോബാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്തോനേഷ്യക്ക് അടുത്താണ്. ഒരു കാലത്ത് നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇന്തോനേഷ്യയിൽ ഭൂകമ്പങ്ങൾ എന്ന് പറഞ്ഞ് ന്യൂസുകൾ വന്നിരുന്നത്. ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ പ്രൊജക്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കി നടത്തുന്ന ഒരു പ്രൊജക്റ്റ് അവിടെ കൊണ്ടുവയ്ക്കുന്നത് ശരിക്കും റിസ്കി തന്നെയാണ്. എന്നാൽ അതിന് വേണ്ട മെഷേഴ്സ് അവർ എടുക്കുമായിരിക്കാം എന്ന് വിചാരിക്കാം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ആവാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇത് ഇന്ത്യൻ എക്കോണമിയെ വളരെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ അവിടുത്തെ ട്രൈബ്സിൻ്റെയും നാച്ചറിൻ്റെയും കാര്യം നോക്കുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അവരെ ഇത് ബാധിക്കുന്നു. എന്നാൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ഡെവലപ്മെൻറ്റുകൾ അനിവാര്യം തന്നെയാണ്. ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റുകൾക്കും അതിൻ്റേതായ പ്രൈസ് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടക്കാൻ പോകുന്ന ഡെവലപ്മെൻറ്റുകൾ അവിടെയുള്ള ട്രൈബ്സിന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിന് പറ്റുന്ന കാര്യം എന്തെന്നാൽ ഈ പ്രശ്നങ്ങൾ മാക്സിമം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുക എന്നതാണ്. അതായത് ഹോം നഷ്ടപ്പെടുന്ന ട്രൈബ്സിന് അതിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു ജീവിതം ഉറപ്പുവരുത്താൻ നമ്മളുടെ ഗവൺമെൻറ്റിന് പറ്റണം. അതുപോലെ അവിടുത്തെ പ്രകൃതിക്കും ഏറ്റവും കുറഞ്ഞ ഇമ്പാക്റ്റ് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഇതുപോലുള്ള ഡെവലപ്മെൻറ്റുകൾ മറ്റു സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അതായത് ചൈനയുടെ ഷാൻഗായ് പോർട്ടിലും ഇതുപോലെ വളരെ വലിയ രീതിയിൽ അവിടുത്തെ പ്രകൃതിയെ മാറ്റിമറിച്ചാണ് ആ പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ പോർട്ട് ഓഫ് സിംഗപ്പൂരിലായാലും അവിടുത്തെ കോസ്റ്റൽ ഏരിയയിലൊക്കെ ആർട്ടിഫിഷ്യലായി വളരെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് അവിടുത്തെ നാച്ചുറിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവർക്കെല്ലാം കൃത്യമായ പ്ലാനിങ്ങും ഇവർ കൃത്യമായ മെഷേഴ്സും എടുത്തതുകൊണ്ട് അവിടെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അദാനി ആയിരിക്കുമ്പോൾ ഇത് റൺ ചെയ്യാൻ പോകുന്നത്. അദാനി അടക്കം ഏകദേശം 10ഓളം പ്രൈവറ്റ് കമ്പനികൾ ഇതിലേക്ക് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് എയർപോർട്ട് ഇപ്പോൾ അദാനി ആണെങ്കിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് മറ്റുള്ളതായിരിക്കും. അതുപോലുള്ള ഓരോരോ സെക്ടറുകൾ ഓരോരോ കമ്പനികളായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത്. ഇവർക്കെല്ലാം ഗവൺമെൻറ്റുമായി ഒരു PPP കോൺട്രാക്റ്റും ഉണ്ടായിരിക്കും.